ദിയ കൃഷ്ണ അശ്വിൻ ഗണേഷ് വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ടോ എന്ന ചോദ്യം കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ഹാപ്പി കപ്പിൾസായി ഫോട്ടോകളും ബ്ലോഗുകളും ഇടുന്നുണ്ടെങ്കിലും ദിയയ്ക്ക് ഇടയ്ക്ക് പങ്കുവെക്കുന്ന ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളും ലൈക്ക് ചെയ്യുന്ന ഫോട്ടോകളും സംശയമുണർത്തുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാരുമുണ്ടായ പ്രശ്നം, ഭർത്താവിൽ നിന്നും പരിഗണന ലഭിക്കാത്തത്, ഭർത്താവിൻ്റെ അമ്മയ്ക്ക് മുൻഗണന നൽകുന്നത് എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ പറയുന്ന പലരുടെയും പോസ്റ്റുകൾ റീലുകളും ദിയ പങ്കുവെക്കാറും ലൈക്ക് ചെയ്യാറുമുണ്ട്. ഇതിനിടെ പണം ചെലവാക്കുന്ന കാര്യത്തിൽ കണക്ക് പറയുന്നതിനെക്കുറിച്ച് നേരത്തെ ദിയ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ചർച്ചയാകുന്നത്. ദിയ എന്ത് കണക്ക് പറച്ചിലാണ് എൻ്റെ വ്ലോഗിൽ ചിലർ കമൻറ്റ് ചെയ്യാറുണ്ട്. പൈസ ഉണ്ടാക്കി പൈസ ചെലവാക്കുന്നവർ കണക്ക് പറയും. കടലിൽ എറിഞ്ഞു കളഞ്ഞാലും അളന്ന് ചെറിയണം. വലിച്ചെറിയുന്ന കാലം എനിക്കുണ്ടായിരുന്നു. അന്നെനിക്ക് പണി കിട്ടിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എന്തെറിഞ്ഞാലും അത് അളന്നെറിയണം എന്നാണ് ദിയ പറഞ്ഞത്. ദിയയ്ക്കടുത്ത് ചിരിച്ചുകൊണ്ട് അശ്വിനുമുണ്ട്. പഴയൊരു വ്ലോഗിൽ ദിയ പറഞ്ഞ വാക്കുകളാണ്. അശ്വിനിട്ട് ഒന്ന് താങ്ങിയതാണോ എന്ന ചോദ്യം ചിലർക്കെങ്കിലുമുണ്ട്. അശ്വിന് വാങ്ങിക്കൊടുക്കുന്ന സാധനങ്ങൾക്കും വിദേശ യാത്രകൾ കൊണ്ടുപോകുന്നതുമെല്ലാം ദിയ ഇടയ്ക്ക് എടുത്ത് പറയാറുമുണ്ട്. ഇത് കമന്റ് ബോക്സിൽ പലരും ചൂണ്ടിക്കാട്ടാറുമുണ്ട്. വിവാഹ ജീവിതത്തിൽ ഹണിമൂൺ ഘട്ടം പെട്ടെന്ന് അവസാനിച്ച് ദിയ യഥാർത്ഥങ്ങളെ നേരിട്ട് കൊണ്ടിരിക്കുകയാണെന്നാണ് കുറേ നാളുകളായി അഭിപ്രായമുണ്ട്. വിവാഹം എടുത്തുചാട്ടമായിരുന്നു എന്ന് വീട്ടുകാർ ദിയയെ ഉപദേശിച്ചതാണ്. എന്നാൽ പെട്ടെന്ന് വിവാഹവും കുഞ്ഞും വേണമെന്ന് ദിയയുടെ തീരുമാനമായിരുന്നു. അശ്വിന് എല്ലാവിധ ലക്ഷറി ജീവിത സൗകര്യങ്ങളും ദിയ നൽകുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ അശ്വിൻ അവഗണിക്കുന്നത് എന്ന് വാദം ഉയരുന്നുണ്ട്. അതേസമയം ഹേറ്റേഴ്സിന്റെ ഊഹാപോഹങ്ങൾ മാത്രമാണെന്ന് ദിയയുടെ ആരാധകരും പറയുന്നു. കോർപ്പറേറ്റ് ജോലി വിട്ട് അശ്വിൻ ഇന്ന് ദിയയുടെ ബിസിനസ് നോക്കി നടത്തുകയാണ്. ഇന്ന് അധികം കൂട്ടുകാർ ദിയയ്ക്കില്ല. പ്രണയബന്ധങ്ങളും സൗഹൃദങ്ങളും താൻ സാമ്പത്തികമായി ഉപയോഗപ്പെട്ടിട്ടുണ്ടെന്നാണ് ദിയ പറയുന്നത്. കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു ഞാൻ. സ്നേഹിക്കുന്ന ആളെ മാത്രമല്ല അവരുടെ കൂടെ നിൽക്കുന്നവരെയും. ഇത്തിരി സ്നേഹത്തോടെ ഒരാൾ സംസാരിച്ചാൽ ഞാനങ്ങ് വിശ്വസിക്കും. കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് പണിഞ്ഞിട്ട് കൊണ്ടേ ഇരുന്നത്. എവിടെ ചെന്നാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വരുമ്പോൾ എല്ലാവരും എണീറ്റ് പോവും. ദിയ കൊടുത്തോളും എന്ന് പറയും. ആദ്യമൊക്കെ ഓക്കെയാണ്, പിന്നെ ഏണിയായി. എൻ്റെ കാർഡാണ് ഉരയ്ക്കുന്നത്. എന്നെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഉപയോഗിച്ച ശേഷവും എന്നെക്കൊണ്ട് അവർ കുറ്റം പറയുന്നതെന്നും ദിയകൃഷ്ണ ഒരിക്കൽ പറയുകയുണ്ടായി.